हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പര. നമുക്ക് ഗോവിന്ദൻ ഒന്നിച്ചുള്ള 6 ശ്ലോകങ്ങൾ, 6 ഇപ്പോൾ കഴിഞ്ഞത്. 6 ശ്ലോകങ്ങളാണ് കഴിഞ്ഞത്. ചതുർദശ മഞ്ജരിയിലെ 6 കഴിഞ്ഞത്. 6 നമുക്ക് ചെല്ലാം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. ജഡിലോ മുണ്ടി ലുഞ്ചിതകേശ കാഷായാംബര ബഹുകൃതവേഷ പശ്യന്നപി ച ന പശ്യതി മൂഢോ ഉദരനിമിത്തം ബഹുകൃതവേഷം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപി ന മുഞ്ചത് ആശാപിണ്ഡം. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. അഗ്രേ വന്യേ പൃഷ്ഠേ ഭാനു രാത്രൗ ചുപുക സമർപ്പിതജാനു കരതലഭിക്ഷ തരുതലവാസ തദപി ന മുഞ്ചത് ആശാപാശ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. കുരുതേ ഗംഗാ സാഗരഗമനം വ്രതപരിപാലനം അഥവാ ദാനം ജ്ഞാനവിഹീന സർവമതേന മുക്തിം ഭജതി ന ജന്മശതേന. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. സുരമന്ദിരതരുമൂലനിവാസ ശയ്യാഭൂതലമജിനം വാസ സർവപരിഗ്രഹ ഭോഗത്യാഗ കസ്യ സുഖം ന കരോതി വിരാഗ. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രങ്കരണേ. യോഗരതോ വാ ഭോഗരതോ വാ സംഘരതോ വാ സംഘവിഹീന യസ്യ ബ്രഹ്മണി രമതേ ചിത്തം
നന്ദതി നന്ദതി നന്ദത്യൈവ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകൃങ്കരണേ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമുക്ക് വരച്ച് കാണിച്ച ചിത്രം വളരെ വളരെ ആകർഷണീയമായ ഒരു ചിത്രമാണെന്ന് തോന്നുന്നു. വളരെ ആകർഷണീയമായിട്ട് തോന്നും നമുക്ക് ആ ചിത്രം. കാരണം നമ്മൾക്ക് എന്തും ഇഷ്ടപ്രകാരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളൊരു ചിത്രമാണത്. അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്ക് എന്തും നമ്മളുടെ ഇഷ്ടപ്രകാരം ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യനതല്ലേ വേണ്ടത്. എവിടെ വേണമെങ്കിൽ പോവാം, എങ്ങനെ വേണമെങ്കിൽ എന്താ പറയുക സഞ്ചരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം. അങ്ങനെ ഒരു ചിത്രമാണ്. മനുഷ്യന് അവൻ്റെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോഴാണ് അവൻ ഇടത്തടിച്ച് നിൽക്കുന്നത്. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ശാന്തശീലനവൻ. മനസ്സിലായി? ആ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടത്. യോഗരഥോവാ ഭോഗരഥോവാ സംഘരഥോവാ സംഘവിഹീന എപ്പെട്ട പണി പൊക്കോ കുട്ട, ഗോ വേർ എവർ യു വാണ്ട്, കം ബാക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ എവിടെ വേണമെങ്കിൽ പോകാനുള്ള എനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് ഉണ്ട്. നോട്ട് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്, സ്പിരിച്വൽ ഫണ്ടമെൻ്റൽ റൈറ്റാണ് എൻ്റെ. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം, എവിടെ വേണമെങ്കിൽ നമുക്ക് സഞ്ചരിക്കാം, എങ്ങനെ വേണമെങ്കിൽ നടക്കാം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരു ഭാഗത്തുണ്ടെങ്കിലും ഇപ്പുറത്ത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ സിറ്റിസൺ ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഓഫ് എ സിറ്റിസൺ ഉണ്ട്. അതും നോക്കാതെ വെറും ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് തോന്നിയതിൻ്റെ മൂക്കത്തിടിക്കാൻ പറ്റില്ല. എനിക്ക് ഐ ഹാവ് ഗോട്ട് എ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഐ വിൽ പഞ്ച് ഓൺ യുവർ നോസ്. പറ്റില്ല. ഐ ഹാവ് ഗോട്ട് എ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഐ വിൽ ടേക്ക് ദ കാർ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. റോട്ടിൽ കൂടെ വൺ വേ ട്രാഫിക് ഒന്നും എനിക്ക് ബാധകമല്ല. പോലീസ് റൂൾസ് കനോട്ട് ഓവർ റൈഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് എനിക്ക് തന്നിട്ട് പിന്നെ നിങ്ങളെങ്ങനെയാണ് വൺ വേ ട്രാഫിക് എന്ന് പറയാം? അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. അതിനൊക്കെ മറുപടി എന്താ അറിയുക? അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി. കാരണം എന്താ, നമുക്ക് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട് സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മാത്രം എൻജോയ് ചെയ്യല്ല. അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാം ഉള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ്. അപ്പം നാച്ചുറലി അവന് ചില ഡ്യൂട്ടീസും അവന് ചില മെത്തഡോളജിയൊക്കെ ഉണ്ടാവില്ലേ? അതെന്താ? ദാറ്റ് ഈസ് കോൾഡ് ദ റൈറ്റ് ഫണ്ടമെൻ്റൽസ്. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവന് സാർത്ഥകമാവണമെങ്കിൽ അവൻ റൈറ്റ് ഫണ്ടമെൻ്റൽസ് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കണം. He should live according to the right fundamentals of life. Then only he can have fundamental rights. This is the law of spirituality. രാഷ്ട്രീയത്തിൽ നമുക്കത് എന്താ പ്രായോഗികമാക്കാൻ പറ്റില്ല, നമുക്ക് പറ്റില്ല. പക്ഷെ ആധ്യാത്മിക രംഗത്തിൽ നമുക്കത് പ്രായോഗികമാക്കന്നെ വേണം, വേറെ വഴിയില്ല. ദാറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ട്. ദാറ്റ് ഈസ് എ സനാതന ധർമ്മസ് ക്ലാരിയൻ കോൾ. ഫണ്ടമെൻ്റൽ റൈറ്റ് വേണോ, മൗലിക അവകാശങ്ങൾ വേണോ? റൈറ്റ് ഫണ്ടമെൻ്റൽസ്, ശരിയായ ചിന്താമാർഗങ്ങൾ. സത്യം വദ, ധർമ്മം വദ, ധർമ്മം ചര, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. അങ്ങനെയുള്ള ഒരു കുറേ റൈറ്റ് ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ് മാത്രമല്ല ഉള്ളൂ. എവിടെ വേണമെങ്കിൽ എനിക്ക് പോവാം. യോഗരഥവാ ഭോഗരഥവാ സംഘരഥവാ സംഘവിഹീന. That's not all. There are some hidden fundamental rights, the hidden right fundamentals. അല്ലെങ്കിൽ everybody will become a spiritual general master. ഇല്ലേ? എന്താ ബുദ്ധിമുട്ടുള്ളത്? അതല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നിരർത്ഥകമാണ് റൈറ്റ് ഫണ്ടമെൻ്റൽസ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റാഞ്ഞാൽ. ഓക്കെ, അപ്പം ആ സ്ഥായിയിലേക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എനിക്ക് എടുത്ത് ഉപയോഗിക്കാൻ
ഉള്ള അർഹതയും കഴിവും എനിക്ക് കിട്ടി. ആ സ്ഥായിയിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റാറ്റസിലേക്ക്, ആ സ്ഥാനത്തേക്ക് എനിക്ക് എത്തി. അവിടെ വിരചിക്കാനായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? വാട്ട് ആർ മൈ അറ്റ്ലീസ്റ്റ് സം ഓഫ് ദ റൈറ്റ് ഫണ്ടമെൻ്റൽസ്? അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? മുഴുവനല്ല, ചില സാധനങ്ങൾ, മെയിനായിട്ടുള്ള ചില സാധനങ്ങൾ എന്തൊക്കെയാണ്? എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ ചില ചില റൈറ്റ് ഫണ്ടമെൻ്റൽസ് എടുത്തിട്ട് ചിത്രീകരിക്കുന്നതാണ് അടുത്ത ചിത്രം. നമുക്ക് ആ ചിത്രം ഒന്ന് ആദ്യം വായിക്കാം. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത. ഒന്നുകൂടി. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത. സഹൃദപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ഭഗവദ്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത. സഹൃദപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖൃങ്കരണേ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്കൊന്ന് കിടക്കാം. സാമാന്യ അർത്ഥത്തിലേക്കൊന്ന് ആദ്യം കിടക്കാം. ഇത് ഏതാണ്ടൊക്കെ പ്രോസ് ഓർഡർ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ലൈനിൽ മാത്രമേ സ്വല്പം വ്യത്യാസമുള്ളൂ. ഭഗവത്ഗീത കിഞ്ചിദധീത. ഭഗവത്ഗീത കുറച്ചെങ്കിലും പഠിക്കുക. മനസ്സിലായില്ലേ? ഭഗവത്ഗീത കിഞ്ചിദധീത, കുറച്ച് ഭഗവത്ഗീത പഠിക്കുക. ഗംഗാജലലവ കണികാപീത. ഗംഗാജലത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും കുടിക്കുക. 1 drop of Ganga. 1 stanza of Bhagavad-Gita. Bhagavad-Gita Kinchidadita. Gangajalalava Kanikapita. സകൃത് അഭി മുരാരി സമർച്ച ഏന ക്രിയതേ. അങ്ങനെയാണ് പ്രോസ് വരിക. സകൃത് അഭി മുരാരി സമർച്ച ഏന ക്രിയതേ. ഒരിക്കലെങ്കിലും ഈശ്വരന് വേണ്ടി ഈശ്വരനെ വേണ്ട വിധം അർച്ചിക്കുകയോ ചെയ്യുന്നവൻ മുരാരി ചർച്ചായേന ക്രിയതേ. സുഹൃദപിയേന മുരാരി സമർച്ച. സമർച്ച നല്ല ചർച്ച, നല്ല എന്താ പറയുക, അർപ്പിച്ചുകൊണ്ടുള്ള ചർച്ച. ഒരിക്കലും ഈശ്വരന് വേണ്ട വിധത്തിലുള്ള ചെയ്യുന്നത് അർച്ചന. മനസ്സിലായി? സകൃതപി ഏന മുരാരി സമർച്ച. ഏന ആരാണോ സ്വല്പമെങ്കിലും ഈശ്വര വിചാരം, ഈശ്വരജ്ഞാനം, ഈശ്വരവിചാരം ഡെവലപ്ഡ് ഇൻ ടു ഈശ്വരജ്ഞാനം. അതാണ് സകൃതപി അപി മുരാരി സമർച്ച എന്ന് പറയുന്നത്. അർച്ചന, സ നല്ലത്, നല്ല അർച്ചന എന്നർത്ഥം. സകൃതപി ഏന മുരാരി സമർച്ച എന്ന് വേണ്ടതാണ്. ശരിയായ അർച്ചന എന്നർത്ഥം, നല്ല അർച്ചന, സ അർച്ചന. അങ്ങനെ ഈശ്വരനെ സദാസമയത്തും ഒരു ചെറിയൊരു ലാഞ്ചന
പോലും, ജ്ഞാനത്തിൻ്റെ ഒരു ലാഞ്ചന പോലും, ഭഗവത് ജ്ഞാനത്തിൻ്റെ ഒരു ലാഞ്ചന പോലും സദാസമയത്തും മനസ്സിൽ വയ്ക്കുക. സകൃതപിയേന മുരാരി, ആരാണോ എങ്ങനെ ചെയ്യുന്നത്, ഭഗവത്ഗീത കിഞ്ചിത ഗീത ഗംഗാജലലവകണികാപീത സകൃതപിയേന മുരാരി സമർച്ച തസ്യ, അവന് യമേന ന ചർച്ച, അയാളെ പറ്റി യമന് ഒന്നും പറയാനില്ല എന്നർത്ഥം. മീനിങ് ദ ഡെത്ത്. യമൻ മീൻസ് ഡെത്ത്. ഡെത്ത് ഹാസ് നത്തിങ് ടു ടെൽ അബൌട്ട് ഹിം. അല്ലെങ്കിൽ യമനുമായി അയാൾക്ക് ഒന്നും പറയാനില്ല, അങ്ങോട്ടും പറയാനില്ല ഇങ്ങോട്ടും പറയാനില്ല. നോ ഡിസ്കഷൻ വിത്ത് യമൻ, ന ചർച്ച, നോ ഡിസ്കഷൻ. എനിക്കൊന്നും പറയില്ല അയാളോട്, അയാൾക്ക് എന്നോടൊന്നും പറയില്ല ഭാവത്തിലാണ്. മീനിങ് ഹി ഹാസ് കോൺകേർഡ് ഡെത്ത്. മനസ്സിലായില്ലേ? വിനിയാന്നൊരു കഥ പറഞ്ഞില്ലേ, രാജാവിൻ്റെയും എന്താ പറയുക രാജഗുരുവിൻ്റെയും. രാജാവ് പറഞ്ഞു, കൊട്ടാരം മുഴുവൻ ഞാൻ എൻ്റെ ജീവകാലം കഴിഞ്ഞ് എൻ്റെ മരണശേഷം ഗുരുനാഥനുള്ളതാണ്. ഗുരുനാഥൻ പറഞ്ഞു, രാജാവിൻ്റെ മരണത്തിന് മുമ്പേ ഞാൻ മരിച്ചിരിക്കണു, പിന്നെ എനിക്ക് അങ്ങനെ തരാനാ ചോദിച്ചു. ഹി ഹാസ് കോൺകേർഡ് ഡെത്ത്. യമേന ന ചർച്ച. കാണാം നമുക്ക്, എന്താ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് വേണമെങ്കിൽ കാണാം. ഏതായാലും അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓർമ്മിക്കുക, അത് നല്ലപോലെ ഓർമ്മിക്കുക. ഭഗവത്ഗീത കിഞ്ചിതധീത, 3 കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മതി. കുറേശ്ശെ മേമ്പടി ഇടുന്ന പോലെ ഇട്ടാൽ മതി. ഭഗവത്ഗീത, ഗംഗാജലം, ഈശ്വരചിന്തനം. വളരെ സിമ്പിൾ. 3 എന്താ പറയുക റൈറ്റ് ഫണ്ടമെൻ്റൽസ് ഓഫ് ലൈഫ്. ഈ പറയുന്ന 3 റൈറ്റ് ഫണ്ടമെൻ്റൽസ് ഓഫ് ലൈഫ്, ഹു ആർ ഹി ബി, ഹി ഹു, ആരായാലും ശരി ആചരിക്കുന്നുണ്ടെങ്കിൽ ഈസ് എൻടൈറ്റിൽ ഫോർ ദ ഫണ്ടമെൻ്റൽ റൈറ്റ്. എന്തിൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്? എന്തിൻ്റെ മൗലികാവകാശം? നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൻ്റെ മൗലികാവകാശം. യോഗരതോവ ഭോഗരതോവ. ഹി ഹസ് ഗോട്ട് പാസ്പോർട്ട് ടു എവറി പ്ലേസ് ഹി വാണ്ട്സ്. ഹി കൻ എവിടേക്ക് വേണമെങ്കിൽ കൺട്രി, ഫ്രീ പാസ്പോർട്ട് ടു ഓൾ പ്ലേസസ്, freedom of movement to every place, provided ഈ റൈറ്റ് ഫണ്ടമെൻ്റൽസ് ആർ കംപ്ലൈഡ് വിത്ത്. 3 ഫണ്ടമെൻ്റൽസ് അഗെയിൻ ഓർക്കുക. ഐ ആം എന്താ പറയുക ഷെയിംലെസ്ലി റിപ്പീറ്റിംഗ്. ഭഗവത്ഗീത, ഗംഗാജലം, ഈശ്വരചിന്ത. ഗീത, ഗംഗ ആൻഡ് ഗോഡ്. 3G പറയില്ലേ നമ്മൾ, 3G കൈ പിടിച്ചാൽ മതി. മെമ്പർ ഓഫ് ദ 3G ഗ്രൂപ്പ് എന്നൊക്കെ പറയാം. ഭഗവത്ഗീത, ഗംഗ, ഗോഡ്. യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത്. ഇപ്പോൾ യൂണിവേഴ്സൽ ട്രൂത്ത് എങ്ങനെയാണ്? ആഫ്രിക്കക്കാരൻ എങ്ങനെയാണ് ഗംഗയും ഗീതയൊക്കെ ആവുക? ഗംഗയും ഗീതയായില്ല, ബട്ട് വാട്ട് റെപ്രസെൻറ്റ്സ് ഗീത ആൻഡ് വാട്ട് റെപ്രസെൻറ്റ്സ് ഗംഗ വിൽ ബി അപ്ലിക്കബിൾ ടു ഹിം ആൻഡ് ഗോഡ്. ഓഫ് കോഴ്സ് പറയേണ്ട കാര്യമില്ല. ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്, അത് പ്രതിനിധീകരിച്ച് 2-3 വാക്കുകൾ ഉപയോഗിച്ചത് മാത്രമല്ല, തത്വം അതല്ലല്ലോ. മനസ്സിലായില്ലേ? നമുക്ക് കാണാം തത്വം എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഗീത സ്വാധ്യായം, ഗംഗാ ജലപാനം, ഇഷ്ടദേവത ഉപാസന, ഇവയാണ് മുഖ്യ സാധനങ്ങൾ. ഇതിന് നന്ദതി നന്ദതി നന്ദത്യൈവ. യു വാണ്ട് പെർമനൻറ്റ് ബ്ലിസ്, പെർമനൻറ്റ് ഹാപ്പിനെസ്, പെർമനൻറ്റ് പ്ലഷർ. നന്ദതി നന്ദതി നന്ദത്യൈവ. യു വാണ്ട് ദാറ്റ് അലോൺ, യു വാണ്ട് ദിസ് അലോൺ യു ഡു. മനസ്സിലായോ? പിന്നെ നമുക്ക് ഈ 3Gയിലെ ഓരോ G എടുക്കാം. ഗീതയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ആർക്കും അറിയാത്ത ഗീതയെക്കുറിച്ചിട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഗീതയെക്കുറിച്ച് അറിയാം. വളരെ വളരെ പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ ഗീതയെക്കുറിച്ച്, ഭഗവത്ഗീതയെക്കുറിച്ചിട്ട്. അതിൻ്റെ മഹാത്മ്യം പറഞ്ഞു തരേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾക്ക്. യാതൊരു കാര്യമില്ല. പക്ഷേ എങ്കിലും അവിടെ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഒന്ന് പരാമർശിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഭഗവത്ഗീത എന്ന് ഇവിടെ
എന്താ നിത്യാചാര്യൻ പറയുന്നുണ്ടെങ്കിലും ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഭഗവത്ഗീത ടെക്സ്റ്റ് എന്നല്ല അതിൻ്റെ സാരം. ആ ടെക്സ്റ്റ് എന്താണ് അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്? ഗീത എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? യുദ്ധകാലത്തിൽ കൃഷ്ണൻ അർജുന ഉപദേശം, ദാറ്റ് ഇസ് ഓൾ ഹിസ്റ്ററി, ദാറ്റ് ഇസ് ഓൾ പിക്ചറൈസേഷൻ. ബട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് ദി എസെൻസ് ഓഫ് ഗീത? അതിൻ്റെ സാരാംശം എന്ത്? വാട്ട് ഈസ് ദ മാരോ ഇൻ ദാറ്റ് ബോൺ? അതാണ് നമുക്കറിയേണ്ടത്. നമ്മളുടെ ജീവിത യാത്രയിൽ ഒരു ഏറ്റവും വലിയ സമർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവൻ്റെ സാമർഥ്യത്തിൽ യാതൊരു കഴിവുകേടോ ചോദ്യോത്തരോ ഒന്നുമില്ല. ഏറ്റവും വലിയ സമർത്ഥനാണ്. എക്സാമ്പിൾ ലൈക്ക് അർജുൻ്റെ വാലറെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. ജസ്റ്റ് തൊട്ട് പോകാമെന്ന് മാത്രം. ഡോട്ട് നിങ്ങൾ ഇനി വരയിട്ട് പൂരിപ്പിച്ചോളൂ. അർജുനെ പോലൊരു യോദ്ധാവ്, അത്ര സ്മാർട്ടായിട്ടുള്ളൊരു യോദ്ധാവ്, ഒരു സമർത്ഥനായ വ്യക്തിക്ക് പെട്ടെന്നുണ്ടായ വികാരത്തിൽ എന്തോ ഒരു ചുറ്റുപാട് സന്ദർഭത്തിൽ എന്തോ ഉണ്ടായി. സംതിങ് ഹാപ്പൻഡ്, സംതിങ് വിച്ച് ഹി കാൺ ബെയർ, സംതിങ് ദാറ്റ് പെയിൻഡ് ഹിം ടു മച്ച്, സംതിങ്. ഹ്യൂമൻ സൈക്കിക് അല്ലേ ആഫ്റ്റർ ഓൾ. ആ ഹ്യൂമൻ സൈക്കിക്കിൽ എന്തോ ഒരു ഫീലിംഗ്, എവിടെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി. ആ വികാരത്തിൽ അവനുള്ള എല്ലാ സാമർഥ്യവും എല്ലാ ശക്തിയും നശിച്ചുപോയി. The mere spelling mistake has turned out to be a grammar mistake. ആകെ ചോർന്നു പോയി. പിന്നെ അവനെ ഒന്നിനും കൊള്ളില്ല. കാലണിക്ക് കൊള്ളാത്തവൻ എന്നൊക്കെ പറയില്ല നമ്മൾ. ലിറ്ററലി വാട്ട് ഹാപ്പൻ ടു അർജുന? ആർക്കാണ് നമ്മളിൽ ഇത്തരത്തിലൊരു അനുഭവം ഇല്ലാണ്ടിരുന്നിരിക്കുന്നത് ജീവിതത്തിൽ? കൈ പൊക്കും. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ലക്കി യു ആർ. ഇങ്ങനെയുള്ളൊരു സംഭവം എത്ര ആൾക്കാർക്ക് എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു നിസ്സാര കാര്യത്തിന് എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോവുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്തം വിട്ട് നിൽക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ. ഒരു നിമിഷം അങ്ങോട്ട് ബ്ലാങ്കായി എന്നൊക്കെ പറയില്ലേ. ബ്ലാങ്ക് ആവില്ല തന്നെയാണ് അപ്പോൾ ഇത്. ആ സമയത്ത് ഉണ്ടാകുന്ന നിങ്ങളുടെ മാനസിക വികാരങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ, അതൊക്കെ ഭഗവത്ഗീതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ അവിടെ നിന്ന് കരകയറാനായി ഉപദേശിക്കാവുന്ന ഒരു സിദ്ധ ഔഷധമാണ് ഭഗവത്ഗീത. ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? ഫോർഗെറ്റ് അബൌട്ട് ഓൾ ദാറ്റ്. ആരാണ് ഓഥർ ഒക്കെ വിടും. അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻസ് എടുക്കും. മനസ്സിലായില്ലേ? അത് ഒരു സിദ്ധ ഔഷധമാണ് ആ പർട്ടിക്കുലർ അങ്ങനെയുള്ളൊരു സമയത്ത്. അല്ലാണ്ട് ജീവിതഭോഗങ്ങൾ മാത്രം മതി, എനിക്കിതൊന്നും വേണ്ട, ഇതെല്ലാം ഉണ്ട്, എനിക്കുള്ളതൊക്കെ ഇന്ത്യയിലുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾക്കോ, ഇല്ലെങ്കിൽ യോഗരഥോവ ഭോഗരഥോവ സംഘരഥോവ സംഘവിഹീന എന്ന് പറഞ്ഞിട്ട് എല്ലാം ബുദ്ധിപരമായി ത്യജിച്ച് ആ സന്യാസത്തിൻ്റെ മൂർധന്യത്തിൽ എത്തിക്കൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് ഇരിക്കണ ആ സമയത്ത് ഉള്ള ഒരാൾക്ക് ഉപദേശിക്കാനുള്ളതോ അല്ല ഭഗവത്ഗീത. മരിച്ചു കിടന്നാൽ ശവത്തിൻ്റെ അടുത്തിരുന്ന് ചെല്ലാനുള്ളതും അല്ല ഭഗവത്ഗീത. അത് ബാക്കിയുള്ളവരെ ഓർമ്മിപ്പിക്കാനാ ഭഗവത്ഗീത ചെല്ലുന്നത്. മനുഷ്യൻ പതനത്തിൻ്റെ ആ പടുകുഴീൻ്റെ മുമ്പിൽ ചെന്നിങ്ങനെ നിൽക്കുകയാണ്. ഒരു തെറ്റായിട്ടുള്ള ഒരു കാൽവെപ്പ് മതി പതിക്കാൻ. ആ സമയത്ത് ഒരു ചുവട് കൊടുക്കാനായിട്ടുള്ള ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. തെറ്റായിട്ടുള്ളൊരു കാൽവെപ്പ് ജീവിതത്തെ നശിപ്പിക്കുകയാണ് ചില സന്ദർഭങ്ങളിൽ. കൂടുതൽ വിവരണം ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഫസ്റ്റ് എയ്ഡ്, എന്താ പറയുക, ഒരു മുറിമരുന്ന് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഒരു പൊട്ടിക്കുള്ള മരുന്ന് കരുതണ്ടേ കയ്യിൽ ജീവിക്കുമ്പോൾ? ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ലേ ഇത്?
ഭഗവത്ഗീത കിഞ്ചിതധീത. കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം ഈ വക സന്ദർഭങ്ങളിൽ കാലിടറി വഴുതി പടുകുണ്ടിലേക്ക് വീഴാൻ പോകുന്ന അവസ്ഥയിൽ നമ്മളെ പിടിച്ച് പിന്നാക്കം മാറ്റി അമൃതതുല്യമായി ഇരിക്കുന്ന ഗീത അമൃത വചനങ്ങൾ നമ്മളെ സംരക്ഷിക്കുന്ന പല പല ചുറ്റുപാടുകളും നമുക്കുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, അറിഞ്ഞോ അറിയാതെയോ. ആരുടെ ലൈഫ് വേണ്ടി എടുത്ത് നോക്കിക്കൊള്ളൂ നമ്മൾ. ഈ ഒരു ഗ്രന്ഥം ഉപയോഗിക്കാതെ ആർക്കും ജീവിക്കാൻ സാധിച്ചിട്ടില്ല, അറിഞ്ഞോ അറിയാതെയോ. ഐൻസ്റ്റീൻ, എ സയൻറ്റിസ്റ്റ്, എന്താ പറഞ്ഞേ? ഞാൻ എൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് ഭഗവത്ഗീതയിൽ നിന്ന് വളരെ അധികം കടമെടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു. വെറുതെ പറയാ. മഹാത്മാഗാന്ധി എന്താ പറഞ്ഞേ? എ ഫക്കീർ ഹു ലിവ്ഡ് ലൈക്ക് എ ഫക്കീർ യോഗരഥോവാ. You have any problem, turn Gita, any page, any shloka. കൂടുതൽ എന്താ വേണ്ട അല്ലേ? പക്ഷേ അങ്ങനെ ജീവിതത്തിൽ വല്ലതും പറ്റുമ്പോൾ പോരെ, ആ സമയത്ത് എങ്ങനെ ഓർമ്മയുണ്ടാവും? ഇത് നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ വരുന്നത്. അതേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അപ്പം അങ്ങോട്ട് വരും കേട്ടോ. ആരെ? ഈ സാമർഥ്യമൊക്കെ കളഞ്ഞവനുണ്ടല്ലോ, മനസമാധാനം കളഞ്ഞവൻ, അവൻ നമുക്ക് മുൻകൂട്ടി നോട്ടീസ് തരുമോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരും കേട്ടോ, ഗീത വല്ലതും പഠിച്ചിട്ടുണ്ടെങ്കിൽ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ ശ്ലോകം ചെല്ലാൻ. അങ്ങനെയല്ലല്ലോ നടക്കണത് ജീവിതം. ഇത് എപ്പോഴാണ് വരികയെന്ന് അറിയില്ലല്ലോ. ആ സമയത്ത് എടുത്ത് പ്രയോഗിക്കാൻ കയ്യിൽ അറിയണ്ടേ, നമ്മുടെ സിസ്റ്റത്തിൽ ഉൾക്കൊണ്ടാലല്ലേ പറ്റുള്ളൂ. അതൊരു വാക്സിനേഷനായിട്ട് ഉള്ളിലേക്ക് പോകണ്ടേ. അല്ലാണ്ട് കൊറോണ വരുമ്പോൾ അപ്പം ഞാൻ ഇഞ്ചക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതാ നമ്മളുടെ സിസ്റ്റത്തിൽ ആ വാക്സിനേഷൻ ഷുഡ് ബി ഇംബെഡഡ് ഓർ എംബെഡഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്തോ ചെയ്യണ്ടേ? വാക്സിനേഷൻ നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് പറ്റിപ്പിടിച്ച എൻ്റെ അംശമായിട്ട് മാറണ്ടേ? കുറച്ച് മതി. വാക്സിനേഷനിൽ എത്ര കിട്ടും? എത്ര വയൽ? ചെറിയൊരു സൂചിയുടെ ഉള്ളിൽ കയറാനുള്ളതല്ലേ ഉള്ളൂ, അത് മതി. അത് ഇത്രയും പോകുന്ന വലിയ ആകാരത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പോയിട്ട് അവൻ വേണ്ട ദിക്കിൽ വേണ്ടത് ചെയ്തോളും. കിഞ്ചിതധീത, ഭഗവത്ഗീത കിഞ്ചിതധീത. അതുകൊണ്ട് മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് to chant at least 4 to 5 stanzas per day. 4-5 ശ്ലോകം പഠിക്കൂ, അധികമൊന്നും വേണ്ട. ഒരു ദിവസം 4-5 പറ്റിയെങ്കിൽ ഒരാഴ്ചയിൽ 4-5. പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ചെല്ലൂ, എപ്പോഴെങ്കിലും ചെല്ലുമോ? പൂജാമുറിയുടെ മുമ്പിൽ ഇരുന്നിട്ടൊന്നും ചെല്ലണമെന്നില്ല. ഇത് എവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്ന കാര്യം. അത് പൂജാമുറിയുടെ മുമ്പിലൊന്നും ആവില്ല നമ്മൾ തലയിച്ച് വീഴുക, ബസ്സിൽ പോകുമ്പോഴാവും ചിലപ്പോൾ. എന്തെങ്കിലും ഒരു സിസ്റ്റത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ, നമ്മുടെ എമോഷൻ സ്റ്റെബിലിറ്റി കുറഞ്ഞാൽ അപ്പോൾ ലോ ഷുഗറാവും, തല തട്ടും. ആ സന്ദർഭങ്ങളിലാണ് പിടിച്ചു നിൽക്കാൻ ഇത് വേണ്ടത്. ഇതിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്ന അർജുനനും ഭഗവാനും കൃഷ്ണനും ഒക്കെ പറഞ്ഞിട്ടുള്ള ചിത്രീകരണമൊക്കെ വിടും. ഇതൊക്കെ സ്ട്രിപ്പ് ഓഫ് ഓൾ ദോസ് ഡെക്കറേഷൻസ്. ഭഗവത്ഗീതയുടെ സാരം എടുക്കൂ. അപ്പോൾ ഈ സാരം യൂണിവേഴ്സലല്ലേ? ആഫ്രിക്കക്കാരനും കിട്ടില്ലേ അത്? ഈ അനുഭവം ആഫ്രിക്കക്കാരനുണ്ടാവില്ലേ? അപ്പോൾ അവനും വേണ്ട സിദ്ധൌഷധം എന്താ ഇതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതല്ലേ? അപ്പോൾ 4 ശ്ലോകം. പക്ഷേ ഈ 4 ശ്ലോകം എന്ന് ഞാൻ പറഞ്ഞത്, 4 ശ്ലോകം നമ്മൾ വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. അത് കേൾക്കാൻ ടേപ്പ് റെക്കോർഡിനോട് ഇത് കേട്ടോ, ഇത് ഒന്ന് പ്ലേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ടേപ്പ് റെക്കോർഡറല്ല പ്രോബ്ലം ഫേസ് ചെയ്യാൻ പോകണം, നമ്മളാ ഫേസ് ചെയ്യാൻ പോകണം. 4 ശ്ലോകം ഡെയിലി ഞാൻ കേൾക്കട്ടോ ഭഗവത്ഗീത, എന്നിട്ട് ടേപ്പ് ഓൺ ചെയ്തിട്ട് പോരാ. അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇംബൈബ് ആവില്ല. അത് ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ പോകും. നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധി, നമ്മളുടെ നാവ് ദ്വാര, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ വഴി നമ്മളുടെ മനസ്സിലേക്കും, മനസ്സ് ദ്വാര ബുദ്ധിയിലേക്കും, ബുദ്ധിയിൽ നിന്നും എല്ലാം ഇറങ്ങി ഹാർട്ടിലേക്കും എത്തും. ഈ ബ്ലഡ് സർക്കുലേഷൻ പോലെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് കിഡ്നിയിൽ നിന്ന് വേണ്ട അവയവങ്ങളിലേക്കൊക്കെ അയക്കുന്നില്ലേ, അതേപോലെ ഈ നോളേജ് മെല്ലെ മെല്ലെ പമ്പ് ചെയ്ത് നമ്മളുടെ ജ്ഞാന ബഡ്സിനെ ഉയർത്തും, നോളേജ് ബഡ്സിനെ ഉയർത്തും.
അതിലൊക്കെ ചെന്ന് പിടിച്ച് അത് ഭക്ഷണപ്പെടും. അതല്ല വാക്സിൻ തന്നെയല്ലേ. ഇറ്റ് ക്രിയേറ്റ് സംതിങ് ടു കിൽ ദ വൈറസ്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ ജാതി വൈറസ്, അർജുന വൈറസ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ അർജുന വൈറസിൻ്റെ ഇതാണ് ട്രീറ്റ്മെൻറ്റാണ് കൃഷ്ണ വാക്സിൻ. സിമ്പിൾ. അർജുന വൈറസ്, കൃഷ്ണ വാക്സിൻ. അപ്പോൾ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലണം, അത് അതിൽ ലയിക്കണം. നമ്മുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗ്രൂപ്പാണ് വെച്ചാൽ ജി ഗ്രൂപ്പ് എന്ന് പറയണം, ഗീതാ ഗ്രൂപ്പ്. ഞാൻ വളുപ്പ് തമാശ പറഞ്ഞതല്ല, ഐ മീൻ ഇറ്റ്. ഭഗവത്ഗീത കിഞ്ചിതധീത, അതെല്ലാവർക്കും അപ്ലിക്കബിൾ ആണെന്നുള്ളത് ഗീതാ മാഹാത്മ്യത്തിൽ 2 ശ്ലോകം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഭാരതീയന് മാത്രമല്ല, അത് തെറ്റിദ്ധരിക്കണ്ട. എനിക്ക് മാത്രമല്ല, മലയാളികൾക്ക് മാത്രമല്ല, ഹിന്ദുക്കൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. ഇഫ് എ ഹിന്ദു റീഡ്സ് Bhagavad Gita, he will be a better Hindu. If a Christian studies Bhagavad Gita, he will be a better Christian. And if a Mohammedan reads Bhagavad Gita, he will be a better Muslim. അതാണ് അതിൻ്റെ മഹത്വം. അല്ലാണ്ട് യു വിൽ നോട്ട് ഗെറ്റ് കൺവെർട്ടഡ്. ഓ, ക്രിസ്ത്യാനി ഹിന്ദു വായിച്ചാൽ അവൻ ഹിന്ദു ആവും, മുസ്ലിം ഹിന്ദു വായിച്ചാൽ അത് ഹിന്ദു ആവും, ഗത വായിച്ചാൽ അവൻ ഹിന്ദു ആവും. നെവർ, നെവർ. രണ്ട് ശ്ലോകം ഒന്ന് നോക്കാം നമുക്ക് മഹാത്മ്യത്തിലെ. തമ്പുരാൻ്റെ തർജ്ജമ എടുക്കാം. ഇപ്പോൾ സംസ്കൃതം പറഞ്ഞിട്ട് ഇനി സമയം കളയണ്ട. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ തർജ്ജമയുണ്ട് തമ്പുരാൻ്റെ ഗീതാമഹാത്മ്യത്തിൻ്റെ. ഞാൻ ഒന്ന് ചൊല്ലാതെ ഒന്ന് ഓർമ്മിക്കൂ. കിട്ടണില്ല. ഇതാണ് ധ്യാന ശ്ലോകമല്ല കേട്ടോ, ഞാൻ ധ്യാന ശ്ലോകമല്ല. അതാണ് ആദ്യം വരുന്നത്. പാർത്ഥായ പ്രതിബോധം എന്നാണ് ആദ്യം ചാടിക്കയറി വരുന്നത്. അതല്ല, ഇത് കാരണം നമ്മൾ അധികം ചെല്ലാറില്ലല്ലോ. ഒന്ന് ഓർത്തോട്ടെ. യെസ്. പാർത്ഥൻ യുദ്ധത്തിൽ മോഹിക്കേ പരമാത്മാവായ കേശവൻ വിജയൻ ഉപദേശിച്ച സാക്ഷാൽ അമൃതുഗീതയാം. ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. എന്തിനാണ് അതിരില്ലാത്ത ശാസ്ത്രം ദുസ്തർക്ക ദുർഘടം. ശാസ്ത്രം പഠിക്കുന്നുണ്ട് മനുഷ്യൻ ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലേ, നമ്മൾ സയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ബഹളം കൂട്ടുന്നില്ലേ? സയൻസ് സയൻസ് സയൻസ്. അതിനൊരു അറ്റുണ്ടോ? എത്രയോ ശാസ്ത്രങ്ങളുണ്ട് ലോകത്തിൽ. ഇതൊക്കെ നമുക്ക് പഠിച്ച് കീഴടക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവർ ടൈം ഈസ് ലിമിറ്റഡ്, നോളജ് ഈസ് വാസ്റ്റ്. എന്തിനാണ് അതിരില്ല. ദർ ഇസ് നോ ബൗണ്ടറി ഫോർ നോളജ് അല്ലേ? ഓൺലി സ്റ്റുപ്പിഡിറ്റി ഹാസ് ബൗണ്ടറി. നോളജിന് എന്ത് ബൗണ്ടറി ഉള്ളത്? ഇറ്റ് ഹാസ് നോ ബൗണ്ടറി അല്ലേ? വിഡ്ഢിത്തരത്തിനല്ലേ ഉള്ളൂ. ഇത് വാസ്റ്റ് നോളജ്. അപ്പം ചോദിക്കാണ് മഹാത്മ്യം, എന്തിനാണ് അതിരില്ലാത്ത ശാസ്ത്രം ദുർഘടം, ദുസ്തർക്കം, അൺനെസസറി ലോജിക്, അൺനെസസറി ആർഗ്യുമെൻറ്റേഷൻ. എന്തിനായി സയൻസ് പഠിക്കണത്? സയൻസിനെ നിഷേധിച്ച് പറഞ്ഞതല്ല കേട്ടോ, ഭഗവത്ഗീത ഒന്ന് പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ശാസ്ത്രം ദുസ്തർക്കം ദുർഘടം. ഫിലോസോഫിക്കൽ സയൻസ് എടുത്താൽ മതി, വേറെ മറ്റുള്ള സയൻസിലേക്കൊന്നും പോകണ്ട. Argumentation on philosophy, Dvaita is better or Advaita is better, Shaivite is better or Vaishnavite is better, Devi is better, that better, this better. ഭാഗവതാണോ ബെറ്റർ, ഭാരതമാണോ ബെറ്റർ? അങ്ങനെ എന്തിനാ തർക്കിക്കണേ? എന്തിനാണ് അതിരില്ലാത്ത ശാസ്ത്രം ദുസ്തർക്ക ദുർഘടം? ബിക്കോസ് യു ഹാവ് നോ ടൈം. ക്ലിപ്തമാം ജീവിതം, ലിമിറ്റഡ് ടൈം. ക്ലിപ്തമായിട്ടുള്ള ജീവിതം ക്ലിപ്തശാസ്ത്രത്തിൽ സിദ്ധമാക്കണം. സോ ലിമിറ്റഡ് ടൈം മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ ടു ലിമിറ്റഡ് ലൈഫ്. ആൻഡ് ദിസ് ഈസ് എ ലിമിറ്റഡ് നോളജ്. ക്ലിപ്തശാസ്ത്രമാണത്, പ്രിസൈസ് സയൻസ്.
ഷോർട്ടൻഡ് സയൻസ്, ദ സയൻസ് ഓഫ് ലിവിങ്. അതാണ് ഭഗവത്ഗീത. അത് പഠിക്കാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവത്ഗീത കുറച്ച് പഠിച്ചു വയ്ക്കുക. കിഞ്ചിതീത കുറച്ച്. ഓക്കെ. ഇനി ഗംഗ. ഈ ഗംഗ, അപ്പോൾ ഗീത പ്രതിദാനം ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇറ്റ് റെപ്രസെൻറ്റ്സ് നോളജ്, ആൻഡ് നോളജ് ഈസ് യൂണിവേഴ്സൽ. ഇറ്റ് ഹാസ് നോ റിലിജൻ, ഇറ്റ് ഹാസ് നോ കളർ, ഇറ്റ് ഹാസ് നോ കാസ്റ്റ്, ഇറ്റ് ഹാസ് നോ ക്രീഡ്, ഒന്നുമില്ല. സോ knowledge means not knowledge of arithmetics, not knowledge of history, knowledge of the self. Self means എന്നെ കുറിച്ചിട്ടുള്ള അറിവ്. Knowledge, you are knowing about yourself, nothing strange. എന്നെ അറിയാത്ത ഒരാളെ കുറിച്ചല്ല ഞാൻ അറിയണത്, എന്നെക്കുറിച്ച് ഞാൻ അറിയാണ്. ഹു ഐ ആം. അറിയാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ കുണ്ടിച്ചാടുന്നത്. നമ്മൾ താൻ ഏറ്റവും അജ്ഞാതർ പാടിയിട്ടില്ലേ? നമ്മൾക്ക് ഏറ്റവും ഈ ലോകത്തിൽ വെച്ച് അരജ്ഞന്മാർ നമ്മളാണ്. വി നോ എവറിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്, ബട്ട് വി ഡോണ്ട് നോ അവർ സെൽസ്. അപ്പം ആ അറിവിനെ, ഞാൻ ആരാണ് എന്നുള്ള അറിവാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭഗവത്ഗീത. അതിനെക്കുറിച്ച് ഒന്നൊരറിയോ, 2 ശ്ലോകം വായിക്കുമോ? ഭഗവത്ഗീത കിഞ്ചിതീത. ഗംഗാ ജലലവ കണിക പീത. ഗംഗ എന്ന പേര് കേട്ടാൽ മിക്കവർക്കും നമുക്ക് എന്താ ഓർമ്മ വരിക? കാശിയല്ലേ ഓർക്കുക? കുറച്ച് പേര്, അധികം പേരും കാശിയെ ഓർക്കുക. പിന്നെ കുറച്ച് പേര് അതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം ഓർക്കും, ഗോമുഖം. അവിടെ നിന്നാണ് ഇത് തുറങ്ങണം കേട്ടോ. അപ്പോൾ ഒരു ഡിവിനിറ്റിയൊക്കെ മനസ്സിലിങ്ങനെ വരും. ഗോമുഖം, അതിൻ്റെ പാന്താവ്, അതിൻ്റെ ഏത് വഴി കൂടെ അത് വരണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഓർമ്മിക്കും. ഋഷികേശിനെ കുറിച്ചൊന്ന് ഓർമ്മിക്കും. അവിടെ ഗംഗ ശാന്തമായിട്ടുള്ളൊരു ഭാവമാണ് ഋഷികേശിൽ. ഹരിദ്വാറിനെ കുറിച്ചൊന്ന് ഓർക്കും, അത് ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു ഒഴുക്കാണ് അവിടെ. ബംഗാളിലേക്ക് ചെന്ന് ചേരുന്ന ഗംഗാസാഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അവിടെ ആ സ്ഥലത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കും. ഇതൊക്കെയാണ് ഗംഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതൊക്കെയാണ് വരിക. പിന്നെ ചിലവർക്ക്, പുരാണ പരിചയമുള്ളവർക്ക് ഭഗീരഥൻ ചെയ്ത തപസ്സിനെ കുറിച്ച് ഓർക്കും. അദ്ദേഹത്തിൻ്റെ ആ തപസ് കൊണ്ടാണ് ഇന്ന് ഗംഗ ശിവൻ്റെ മാറ്റഡ് ലോക്സിൽ നിന്ന് താഴത്തേക്ക് വീണ് പ്രവഹിക്കുന്നത്. ഈ നദി സാക്ഷാൽ ഗംഗ, അതാണ് ഭഗവാന്റെ തലയിലെ ഗംഗ എന്ന് പറയുന്നത്. അത് വേറെ കഥ, അത് പോട്ടെ. അപ്പോൾ ചിലപ്പോൾ ഭഗീരഥനെ നമുക്ക് ഓർത്തു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഗംഗ എന്നുള്ളൊരു പേര് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരും. എന്തുതന്നെയായാലും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ആ ഗംഗാനദിയും ആ ഗംഗാജലവും വളരെ പവിത്രമായതാണ്. ഒരു വൈകാരികമായ അനുഭൂതിയാണ് നമുക്ക് ഇന്ന് കിട്ടുക. കാര്യം, റിവർ ഈസ് ഡേർട്ടി, ബട്ട് ദി വാട്ടർ ഈസ് പ്യുവർ. വാട്ടർ ഈസ് ഡിവൈൻ. പ്യുവർ എന്ന് ഞാൻ പറയില്ല, വാട്ടർ ഈസ് ഡിവൈൻ. റിവർ മേ ബി ഡേർട്ടി. അതാണല്ലോ അതിനെയൊക്കെ ശുദ്ധീകരിക്കാൻ പോകുന്നത്, ഒരു ചെറിയൊരു അറ്റംപ്റ്റ് നടത്തുന്നത്. എപ്പോഴാണ് പറ്റുക നമുക്കറിയില്ല. എനിവേ, ഇറ്റ്സ് എ ബിഗ് തിങ്, ബട്ട് ഇറ്റ് ഈസ് ഡിവൈൻ. അപ്പം ഇത് പ്രതീകാത്മികമാണ് ഗംഗ എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിംബോളിക്. ആ ഡിവിനിറ്റിയുടെ സിംബോളിസാണ്. നോളജ്, ശരിക്കും പറഞ്ഞാൽ ഗംഗ ഈസ് ഓൾസോ നോളജ്. അതാണ് ജലലവ കണിക പീത്വ എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും ഒന്ന് ആസ്വദിക്കുക ജലലവ കണിക. അപ്പോൾ ഈ പറഞ്ഞ അതൊക്കെ സിംബോളിസം. ഭഗീരഥനും സിംബോളിസം, എല്ലാം സിംബോളിസം. എന്തിനാണ് സിംബിളൈസ് ചെയ്യുന്നത്? ജ്ഞാനഗംഗയാണത്, ജ്ഞാനഗംഗയാണ്. ഈ നേരത്തെ പറഞ്ഞ ഭഗവത്ഗീതയുടെ അതേ ഫങ്ഷൻ തന്നെ, വേറെ രൂപത്തിൽ നമ്മൾ ആ നോളജിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. അറിവിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് ശാസ്ത്രപരമായി ബുദ്ധിയെ നയിച്ച് അറിവിലേക്ക് എത്തുന്നു, ഇത് വൈകാരികമായി നയിച്ച് ബുദ്ധിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെ സിംബോളിക്കാണ്.
സിംബോളിക്കിനൊന്നും വിലയില്ല. സിംബോളിക്കിന് വിലയില്ലേ? പ്രതീകാത്മക കാര്യങ്ങൾക്കൊന്നും വിലയില്ല. അതൊക്കെ കെട്ടുകഥയല്ലേ? കെട്ടുകഥയോ? ത്രിവർണ്ണ പതാക നമ്മൾ വില കൽപ്പിക്കില്ലേ? ആ 3 കഷ്ണം തുണിക്കാണോ അപ്പോൾ അത്ര വലിയ വില കൽപ്പിക്കുന്നത്? എല്ലാം കൂടി ഒരു 50 പൈസയുടെ സാധനം ഉണ്ടാവും അതിൽ. അതാ അതിൻ്റെ വില. എന്താ പ്രതീകാത്മിക അല്ലേ അത്? ചെമ്പരമ്പിൽ തൂക്കിയിട്ടുള്ള നമ്മളുടെ മാതാപിതാക്കന്മാരുടെ ആരെങ്കിലും ഒരു ഫോട്ടോ താഴ്ത്തു കൊണ്ടാൽ വീട്ടിൽ വല്ല ഗസ്റ്റൊക്കെ വന്ന് ചിലപ്പോൾ അറിയാതെ അതിൻ്റെ മുകളിൽ നിന്ന് ചവിട്ടട്ടെ, അപ്പം അറിയാം പ്രതീകാത്മത്തിന് എത്ര വിലയുണ്ടെന്ന്. ഇല്ലേ? എന്തോളം കാണിച്ചതെന്ന് പറയില്ലേ? കയ്യൊങ്ങില്ലേ ചേട്ടത്തേക്ക്? ആരെന്നാ വിചാരിച്ചത്? അയാൾ പറയും ഇതാരാ? ഇത് ആരുമല്ല, ഇത് ഫോട്ടോ അല്ലേ, ഇത് കാർബൺ പേപ്പർ. ആ കാർബൺ പേപ്പറിൻ്റെ വാല്യൂ എന്താണെന്ന് അറിയാം നമുക്ക്. നമ്മൾ ഹോൾ ലൈഫ്സ് റെസ്പെക്റ്റ്, ഹോൾ ലൈഫ്സ് എന്താ പറയുക, ഡിവിനിറ്റി, റെവറൻസ്, ഡിവോഷൻ, ഇതെല്ലാം ആ കാർബൺ പേപ്പറിൽ പാക്ക്ഡാണ്. സിംബോളിസം അല്ലേ അത്? അതൊക്കെ നമുക്ക് സിംബോളിസം ആക്കാന്നുണ്ടെങ്കിൽ ഗംഗയുടെ തത്വം നമുക്ക് എന്തുകൊണ്ട് സിംബോളിസം ആക്കിക്കൂടാ? നോളജിൻ്റെ ഒരു സിംബോളിസം അല്ലേ ഗംഗ എന്ന് പറയുന്നത്? സോ ഇറ്റ് ഈസ് ജ്ഞാനഗംഗ. അപ്പം ഗംഗാജല ലവ കണികാ പീത്വ, അതിൻ്റെ ഒരു സ്വല്പം അനുഭവിക്കൂ. അൾട്ടിമേറ്റ്ലി ഓൾ ജീസ് മെർജ് ഇൻ ടു വൺ. എല്ലാ ജി ഒന്ന് തന്നെയാണ്. 3 വഴി കൂടെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് മാത്രം. ശാസ്ത്രീയമായിട്ട്, ലോജിക്കലായിട്ട്, എന്താ പറയുക, സാഖ്യയോഗ പ്രകാരം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിപ്തശാസ്ത്രം, ലിമിറ്റഡ് സയൻസാണ് ഭഗവത്ഗീത. അതാണ് മഹാത്മ്യത്തിൽ പറഞ്ഞത്. ഇറ്റ് ഈസ് ലിമിറ്റഡ് സയൻസ്. സോ സയൻറ്റിഫിക്കലി വി ആർ എക്സ്പ്ലോറിങ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഹൂ ഐ ആം. ഇത് എമോഷണലി വി ആർ എക്സ്പ്ലോറിങ് ആൻഡ് ഫൈൻഡിങ് ഔട്ട് ഹൂ ഐ ആം. രണ്ടും നോളജ് തന്നെ. അപ്പോൾ ഒരു ഭഗവത് ജ്ഞാനം എന്ന് പറയുന്നത് ഒരു കണിക പോലും നമ്മളുടെ ഉള്ളിലേക്ക് കയറ്റുക, അതാണ് ആവശ്യം. ഭഗവത്ഗീതയുടെ ആവശ്യം തന്നെ. ഭഗവത്ഗീത പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഇത് ചെയ്തോളൂ, കുഴപ്പമില്ല. രണ്ടും കൂടി ചെയ്തോളൂ, അതും കുഴപ്പമില്ല. അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ ഈ ആത്മബുദ്ധിയെക്കുറിച്ച് പണ്ട് നമ്മൾ പലതും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഞങ്ങളൊന്നും കടന്ന് നേരം കളയണ്ട. അപ്പം ധ്യാനത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പോകേണ്ട ലക്ഷ്യമാണ് ജ്ഞാനം. അത് നമ്മൾ പറഞ്ഞു. ആ ജ്ഞാനമാണ് ഗംഗ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഭഗവത്ഗീത കിഞ്ചിതധീത ഗംഗാജലലവ കണികാപീത. ആ അറിവ് സ്വല്പമെങ്കിലും കൈവരിക്കാനാണ് ഇവിടെ നിത്യാനന്ദൻ നമ്മളെ ഉപദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെയാണെങ്കിൽ നാമജപത്തിനോ ഈശ്വരജ്ഞാനത്തിനും ഭഗവത് സാക്ഷാത്കാരത്തിനും എല്ലാം തടസ്സമായിട്ട് നമുക്ക് നിൽക്കുന്നത് എന്താ അറിയുക? നാമജപത്തിനായാലും ശരി, ഈശ്വരജ്ഞാനത്തിനായാലും ശരി, ഭഗവത് സാക്ഷാത്കാരത്തിനായാലും ശരി, എന്ത് സ്പിരിച്വൽ പ്രാക്ടീസിനായാലും ശരി, നമുക്ക് എതിര് നിൽക്കുന്നത്, നമ്മുടെ വിഘ്നമായിട്ട് നിൽക്കുന്നത് ആരാണ്? നമുക്ക് മുമ്പ് അറിയാലോ. 6 കാര്യങ്ങളാണ്, 6 ശത്രുക്കളാണ് നമുക്ക്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം, അറിയാലോ. ഇതെല്ലാം കൂടി കൂട്ടിക്കെട്ടി ഒരു കഷായക്കൂട്ടാണ്, കർക്കടക്കഞ്ഞി പോലെ. ആ കഷായക്കൂട്ടിനെയാണ് നമ്മൾ അഹങ്കാരം എന്ന് പറയുന്നത്. ആ അഹങ്കാരത്തിനെ പുരാണത്തിലേക്ക് എത്തിയപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ചിത്രീകരിച്ചു. കുട്ടിയെ, പണ്ടേ വലിയൊരു രാക്ഷസൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ അതേ മുത്തശ്ശിയെ, എന്താ അവൻ്റെ പേര്? അതേ, അവൻ്റെ പേര് മുര എന്നാണ്, മുര. ഈ 6 കഷായക്കൂട്ട് കൂടിയിട്ടുള്ള അഹങ്കാരം, ആ അഹങ്കാരത്തിന് കയ്യും കാലും തലയൊക്കെ വെച്ചവനാണ് ഈ മുര. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കണത്?
സകൃതപി ഏന മുരാരി സമർച്ച. മുരാരിയെ അർച്ചിക്കുക. മുരാരി എന്ന് വെച്ചാൽ ആരാ? മുരനെ ഹരിച്ചവൻ. മുരൻ എന്നവൻ രാക്ഷസനെ ഹരിച്ചവൻ മഹാവിഷ്ണുവാണ്, ഭഗവാനാണ്. ആ ഭഗവാനെ സ്മരിക്കുക. നിർദ്ദിഷ്ടമായ ലക്ഷ്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ച് അന്യചിന്തകളൊന്നും മനസ്സിൽ ആ സമയത്ത് കടന്നുകൂടാതെ മനസ്സ് അർപ്പണ മനോഭാവത്തിൽ ഭഗവാനിൽ ലയിപ്പിച്ച്, അതാണ് സ്മരണ എന്ന് പറയുന്നത്. അങ്ങനെ ആ സ്മരണയിൽ സദാസമയത്തും ആ സ്മരണയിൽ കർമ്മം ചെയ്യുന്നവൻ, അവൻ്റെ കർമ്മങ്ങളെല്ലാം നിഷ്കാമകർമ്മമായിട്ട് മാറും. അങ്ങനെ കാരണം ഈഗോ പ്രശ്നമില്ല. ഈഗോനെ കൊന്നു, മുരനെ കൊന്നു, മുരാരിയാണ്. അപ്പോൾ നമ്മൾ മുരാരിയാണ് അപ്പോൾ നമ്മൾ ഭജിക്കേണ്ടത്. മുരാരിയെ ഭജിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താ ഉള്ളത്? മനസ്സിലായില്ലേ? ആണാണ് പറയുന്നത് സകൃതവിയേന മുരാരി സമർച്ച. അപ്പോൾ ഈശ്വര അർപ്പണ, മുരാരി അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ട് ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം എത്രയോ പ്രാവശ്യം പാടിയിട്ടുള്ളതാണ്. അപ്പോൾ തേർഡ് കീ, ജി ഈസ് ഗോഡ്, ഭഗവാൻ. സുഹൃതവിയേന മുരാരി സമർച്ച. അങ്ങനെ മൂന്നും ചെയ്തവൻ ഇപ്പോൾ സ്വല്പം ഗീതാധ്യായനം, സ്വല്പം ഗംഗാജല കണിക പീത്വ, അതായത് ജ്ഞാനം, സ്വല്പം ഈശ്വരചിന്ത, ഈ മൂന്നുണ്ടെങ്കിൽ നിത്യാനന്ദ സ്വാമി പറയണത് ഒരു ഫലിതത്തോടു കൂട്ടാണ് പറയണത് അവിടെ. തസ്യ യമേന ന ചർച്ച. അങ്ങനെ ഒരാൾക്ക് യമനായിട്ട് ഒരു കാലത്തും ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. നോ ഇൻ്റർവ്യൂ വിത്ത് യമ, നോ ഡിസ്കഷൻ നെസസറി. ഒരു ബന്ധവുമില്ല. അയാൾക്ക് എനിക്കെന്താ ബന്ധം? അയാൾ മരണം കൊണ്ടുവരണം. മരണം ആർക്ക്? അയാളൊക്കെ തട്ടിക്കൊണ്ടുപോയില്ലേ? നിങ്ങളുടെ ഒരാൾ തന്നെയല്ലേ ഇപ്പം പറഞ്ഞേ ഹരതി നിമേഷത്കാല സർവം. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷത്കാല സർവം. കാലം സർവജ്ഞം കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞു. അതെ, സർവജ്ഞം കൊണ്ടുപോകും. എൻ്റെ എല്ലാജ്ഞയും കൊണ്ടുപോകും, ഒരു സംശയമില്ല. എൻ്റെ എല്ലാജ്ഞയും കൊണ്ടുപോകും. എൻ്റെ ശരീരത്തിനെ കൊണ്ടുപോകും, മനസ്സിനെ കൊണ്ടുപോകും, ബുദ്ധിയെ കൊണ്ടുപോകും, എല്ലാവരും കൊണ്ടുപോകും. കൊണ്ടുപോട്ടെ എല്ലാം. ഹി വിൽ ടേക്ക് എവ്രിതിങ് ഫ്രം മീ. എൻ്റെ കുട്ടികളെ കൊണ്ടുപോകും, എൻ്റെ ഭാര്യയെ കൊണ്ടുപോകും, എൻ്റെ സ്വത്ത് കൊണ്ടുപോകും, എൻ്റെ എല്ലാം, എവറിത്തിങ് ഹി വിൽ ടേക്ക്. സോ വാട്ട്? ഐ ആം റിമൈനിങ്. ഞാനെന്നും ഉള്ള പരമാർത്ഥവും എൻ്റെ എന്നുള്ള സത്വവും രണ്ടും രണ്ടാണ് എന്നല്ലേ ഈ ഭഗവത്ഗീതയും ഗംഗാജല റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അറിവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചവന് ഞാനല്ല, ഇത് എൻ്റെയാണ് എന്ന് പറയും. അത് എൻ്റെയാണ്, അല്ലാണ്ട് അത് ഞാനല്ല, അതെൻ്റെ ചെരുപ്പാണ്, ഞാനല്ല. നമ്മുടെ ചെരുപ്പിൻ്റെ അടുത്ത് ചെന്ന് കേട്ടോ എന്നെ ഇങ്ങോട്ട് വരിക എന്ന് ചെരുപ്പിനോട് വിളിച്ച് ചോദിച്ചാൽ നമുക്ക് എന്ത് തോന്നും? എന്ത് തോന്നും പറയും? ഞാൻ എൻ്റെ ചെരുപ്പാ? അല്ലല്ലോ. അതേപോലെ എൻ്റെ ശരീരം കൊണ്ടുപോയി, എൻ്റെ ദേഹം കൊണ്ടുപോയി, എൻ്റെ മനസ്സ് കൊണ്ടുപോയി, എൻ്റെ എല്ലാം കൊണ്ടുപോയല്ലോ, എൻ്റെ കുട്ടികളെ കൊണ്ടുപോയല്ലോ, എൻ്റെ ഭാര്യ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോകും. എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് അയാളായിട്ട് യാതൊരു ചർച്ചയില്ല. ഐ ഹാവ് നോ റിലേഷൻഷിപ്പ് വിത്ത് ഹിം. ഇന്നലെ ഞാൻ ചൊല്ലിയൊരു ശ്ലോകം ഓർക്കുന്നുണ്ടോ? കന്ദർപ്പാനി കളിക്കേണ്ട മന്ദ ഞാൻ ശിവഭക്തനാം കാലാരി സേവ ചെയ്യുവോർക്ക് കാലനെ കൂസലെന്തിന്. ഒരു കൂസലും ഇല്ല. കാലാരി അവിടെ ഓഫ്കോഴ്സ് കാലാരിയാണ്, ഇവിടെ മുരാരിയാണ്. രണ്ടും കണക്കന്നെ, രണ്ടും ഒരേ അവതാരം തന്നെ. കാലാരി എന്നുള്ള പേരെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായില്ലേ? പുരാണത്തിൽ മാർക്കാണ്ഡേയൻ്റെ കഥയാണത്. മാർക്കാണ്ഡേയനെ കാലൻ ഒന്ന് കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ കാലനായിട്ട് യുദ്ധം പിന്നെ പുറപ്പെട്ട ശിവനാണ് കാലാരി. കാലിനെ കൊന്നവനർത്ഥം. കാലാരി സേവ ചെയ്യുവവർക്ക്, അങ്ങനെയുള്ളവർക്ക് കാലനെ കൂസൽ എന്തിന്? വൈ ഡു യു ഫിയർ ഡെത്ത്? കാലനെ കൂസൽ എന്തിന്? അതന്നെയാണ് അവിടെയും ചോദിക്കുന്നത്. ക്രിയേത തസ്യേ യമനെ സകൃതബിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച.
സിമ്പിൾ ആൻഡ് ക്ലിയർ അല്ലേ? ക്രിയതേ തസ്യ യമേന ന ചർച്ച, നോ ഡിസ്കഷൻസ്. ഇതൊരു ഭരിതത്തോട് കൂട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം നോക്കൂ അല്ലേ? എന്താ പറയുക, മഹർഷിമാരുടെ കാര്യം കടുപ്പാണേ, വിചിത്രം തന്നെ. ഓ, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ എൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഫലിതം കൊണ്ട് കാച്ചണമെങ്കിൽ യമം തന്നെ. അപ്പോൾ ശ്ലോകം ഒന്നുകൂടി നമുക്ക് നോക്കാം. ഭഗവത്ഗീത കിഞ്ചിദധീത ഗംഗാജലലവ കണികാപീത സകൃതപിയേന മുരാരി സമർച്ച ക്രിയതേ തസ്യ യമേന ന ചർച്ച. അപ്പോൾ നമ്മളിത് ചർച്ചയിൽ അവസാനിപ്പിച്ചാൽ പോരാ. ഭഗവത്ഗീത കിഞ്ചിദധീത, കുറച്ച് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിൽ ഒന്ന് മാസ്റ്റർ പീസ് ആക്കുമോ പ്ലീസ്. ഗംഗാജലലവ കണികാപീത്വ, ആ ഗംഗ റെപ്രസെൻ്റ് ചെയ്യുന്ന അറിവ്, സെൽഫ് നോളജ്, ഉപനിഷത്തുകളിലായിട്ടോ ഗ്രന്ഥങ്ങളിലായിട്ടോ മറ്റു പുരാണങ്ങളിലായിട്ടോ ഏതിൽ നിന്നെങ്കിലും കുറച്ച് കരസ്ഥമാക്കൂ. കാശിയിലേക്ക് പോയിട്ട് ഗംഗാജലം കളക്ട് ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ വ്രതപരിപാലനം അഥവാ ദാനത്തിൽ പെട്ടതാണ്. വേണമെങ്കിൽ ആവാം, നല്ല കാര്യം, അതിനെ കുറച്ചും കൂടി ഉറപ്പ് കിട്ടാനായിട്ട്. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്നിട്ട് തന്നെ ഗംഗാജലം നമുക്ക് സേവിക്കാം. നമ്മുടെ ഉപനിഷത്തുകളിൽ വരണമൊക്കെ ഗംഗാപ്രവാഹമല്ലേ? നമ്മളുടെ എന്താ പറയുക, പുരാണങ്ങളിലൊക്കെ ഗംഗാപ്രവാഹമല്ലേ? പിന്നെ എന്തായാലും വരുന്നത്? നമ്മളത് പുസ്തകം എന്ന് വായിക്കുമ്പോഴല്ലേ പുസ്തകവും പ്രിൻറ്റും പേജൊക്കെ കാണുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്ന് പോയി നോക്കൂ. അവയിൽ നിന്നങ്ങ് കിട്ടിയ മണിത്തങ്കങ്ങൾ, മഹാർഘങ്ങൾ മറ്റെങ്ങും അലഭ്യങ്ങളല്ലേ? എന്തിനാ പേടിക്കണ? അത് ഗംഗാജലലവ കണികാപീത. ഇടയ്ക്കൊരു ഈശ്വരസ്മരണ, സദാസമയത്തും ഭഗവാനെ എങ്ങനെ ചിന്തിക്കുക. സകൃതവീയേന മുരാരി സമർച്ച ക്രിയതേ യസ്യ, ആരാണോ അങ്ങനെ ചെയ്യുന്നത് അവന് യമേന ന ചർച്ച, ഐ ഗ്യാരണ്ടി. റൈറ്റ്. അപ്പോൾ ശ്ലോകം ഇവിടെ അവസാനിപ്പിച്ചു തന്നെയായാലും കൊള്ളാം. അതുകൊണ്ട് നാളെ അടുത്ത ശ്ലോകം എടുക്കാം. 8ാമത്തെ ശ്ലോകം. ഈ 7 ശ്ലോകം നാളെ നമ്മൾ ഒരിക്കൽ ചെല്ലും. അത് കഴിഞ്ഞ് മറ്റന്നാൾ തൊട്ട് ഈ 7 ചെല്ലില്ല, 8ാമത്തെ ശ്ലോകം മുതൽ നമ്മൾ ചെല്ലുള്ളൂ. അപ്പോൾ 14 14. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനി, ശംഭോ മഹാദേവ.